friends, welcome back to DIY Everything Homemade. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജാർ മാജിക്കൽ ഫെയറിയാണ്, അല്ലെങ്കിൽ മാജിക്കൽ ജാർ ഫെയറി എന്ത് പേരിട്ട് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു ജാർ വേണം, ചില്ലിൻ്റെയാണ് കൂടുതലും നല്ലത്. പിന്നെ വേണ്ടത് ആക്രിലിക് വൈറ്റ് പെയിൻ്റാണ്. പിന്നെ സ്പോഞ്ച് വേണം, പിന്നെ ലൈറ്റ് വേണം, പിന്നെ ഒരു ചാർട്ട് വേണം. ലൈറ്റ് നിങ്ങൾക്ക് ഞാനിവിടെ വെച്ചിരിക്കുന്ന പോലെ കാൻഡിൽ ലൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോർട്ട് ലൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതാ കഴുകി വൃത്തിയാക്കിയ ജാർ ഇവിടെ ഉണ്ട് എൻ്റെ കയ്യിൽ. ആക്രിലിക് പെയിൻറ്റും ഉണ്ട്, സ്പോഞ്ചും ഉണ്ട്. ഇതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ആക്രിലിക് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ ഇതുപോലെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒരൊറ്റ ലെയർ ചെയ്താൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. ഒറ്റ ലെയർ ജസ്റ്റ് ഈ ജാറ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഡ്രൈ ആക്കാൻ വയ്ക്കാം. നമ്മുടെ ജാർ ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫെയറീനെയാണ്. ഫെയറീനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ചാർട്ട് പറഞ്ഞത്. വരയ്ക്കാൻ അറിയാവുന്നവർക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്കറിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ജസ്റ്റ് ഫോണിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് വരച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫെയറീനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് നമുക്ക് ജാറിൻ്റെ അകത്ത് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ഒട്ടിക്കുക. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫെയറി ജാർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് അലങ്കോല പണികളാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് സ്റ്റിക്കർ സ്റ്റാർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. അത് ജസ്റ്റ് അകത്ത് ഒട്ടിച്ചു കൊടുക്കാം. അകത്തിന് ഒട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പുറത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ ജാറിൻ്റെ ക്യാപ്പിലും കൂടി വൈറ്റ് പെയിൻറ്റ് വെച്ച് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്പോഞ്ച് വെച്ചിട്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഇടാൻ സമയമായി. ഞാൻ കോർക്ക് ലൈറ്റ് വെച്ച് കാണിച്ചു തരാം. സോ കോർക്ക് ലൈറ്റ് ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡേ ലൈറ്റിലാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർസും അതുപോലെ ഫെയറൊക്കെ ഭയങ്കര ചെറുതായിട്ടേ കാണുന്നുള്ളൂ. ലൈറ്റ് ഓഫാക്കി ഞാൻ ട്രൈ ചെയ്തപ്പോഴും ഇത്രേ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ രാത്രി എടുത്തത്, അതായത് എനിക്കത് വിസിബിളാണ്, പക്ഷേ ഫോണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതിൽ ഇത്തിരി കൂടി വിസിബിളാണെല്ലാം. പിന്നെ നിങ്ങൾക്ക് ഈ ക്യാപ്പിൻ്റെ അവിടെ കുറച്ച് ഡെക്കറേഷൻസ് ആണെങ്കിൽ എന്തെങ്കിലും ബാൻഡോ അല്ലെങ്കിൽ ചുടിയാണോ ഒക്കെ ടൈ ചെയ്ത് കൊടുക്കാം ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോസ്. ഇതിൽ ഇത്തിരി കൂടി സ്റ്റാർസ് വിസിബിളാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.